ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം തിരുവനന്തപുരം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മയിൽ വരുന്ന ഒരേ ഒരു കാര്യം പത്മനാഭസ്വാമി ക്ഷേത്രം. കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അനന്തൻ എന്ന നാഗത്തിന്റെ പുറത്ത് മഹാലക്ഷ്മി ദേവിയോടൊപ്പം ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ. ഭഗവാന്റെ ഉഗ്രഭാവമായ തെക്കേടത്ത് നരസിംഹമൂർത്തി, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നിവർക്കും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 3:30 നട തുറക്കുന്നു. നിർമ്മാല്യ ദർശനം രാവിലെ 3:30 3:30 മുതൽ 4:45 വരെയാണ് ദർശന സമയം. ശേഷം രാവിലെ 6:30 മുതൽ 7 മണി വരെയാണ് അടുത്ത ദർശന സമയം. അത് കഴിഞ്ഞാൽ നീണ്ട 1.5 മണിക്കൂർ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. 8:30 പിന്നീട് നട തുറക്കുന്നത്. 8:30 മുതൽ 10 മണി വരെയാണ് വീണ്ടും ദർശന സമയം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് അരമണിക്കൂർ ശേഷം, അതായത് 10:30 വീണ്ടും ദർശനക്രമം ആരംഭിക്കുന്നു. 10:30 മുതൽ 11:10 വരെ, അതായത് ഒരു 10 to 15 മിനിറ്റ് ഈ പറഞ്ഞ ദർശന സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരും കേട്ടോ. നിങ്ങൾക്ക് ഒരു കോമൺ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ദർശന സമയം ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ 11:45 മുതൽ 12 മണി വരെയാണ് ദർശനം. പിന്നീട് 12 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ക്ഷേത്രത്തിലേക്ക് ദർശനമില്ല. വൈകുന്നേരം 5 മണി തൊട്ട് 6:15 വരെയാണ് അടുത്ത ദർശന സമയം. അത് കഴിഞ്ഞാൽ പിന്നീട് 6:45 മുതൽ രാത്രി 7:20 വരെ. 7:20 എന്ന് പറയുന്നത് ഒരു 7:30 ആകുമ്പോഴത്തേക്കും ക്ഷേത്രം അടയ്ക്കും. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും പിന്നെ എന്തെങ്കിലും ഫെസ്റ്റിവൽ ദിവസങ്ങളിലും ഈ ഒരു ദർശന സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട ക്ഷേത്രത്തിന്റെ ഗോപുരമാണ് മെയിൻ എൻട്രൻസ് അഥവാ കിഴക്കേ നട എന്നാണ് പറയുന്നത് കേട്ടോ. ഈ കിഴക്കേ നടയുടെ അടുത്ത് തന്നെയാണ് ക്ലോക്ക് റൂമും എല്ലാ സംവിധാനങ്ങളും ഈ കിഴക്കേ റൂമിന്റെ അടുത്ത് തന്നെ ആയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഓരോ നടകളിലായിട്ടും ക്ലോക്ക് റൂമും കാര്യങ്ങളും ഉണ്ട്. ഇത് മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ. ഈ കിഴക്കേ നടയെടുത്ത് തന്നെ ഒരു മ്യൂസിയം നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അത് ഞാൻ വീഡിയോയിൽ വിഷ്വൽസ് ആദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ചാർജും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മസ്റ്റ് ആയിട്ടും നിങ്ങൾ കയറി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അവിടെ നാഗത്തിന്റെ മടിയിൽ കിടക്കുന്ന ഭഗവാന്റെ ബ്രഹ്മാണ്ഡമായ ഒരു പ്രതിഷ്ഠ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓം നമോ നാരായണായ.